20 ലക്ഷം രൂപയാണ് ബാദിക്ക ഹരീഷ് കണാറിന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അങ്ങനെ 20 ലക്ഷം രൂപ ബാദിക്ക മേടിച്ചിട്ടുണ്ട്? ഞാൻ വാങ്ങിച്ചിട്ടില്ല. മരിച്ചുപോയ എൻ്റെ വാപ്പാനെ തെറി പറയുകയാണ്. എഴുന്നേക്കാൻ പോലും പറ്റാതെ, ഫുഡ് പോലും മറ്റേ ഭക്ഷണം കഴിക്കാതെ മൂക്കിൽ കൂടി ട്യൂബിട്ട് ഭക്ഷണം കഴിച്ച് വീട്ടിൽ കിടക്കുന്ന ഉമ്മാനെയാണ് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോൻ കോളേജിൽ പോയിട്ട് എത്ര ദിവസം എന്നറിയൂ? അന്ന് മുതൽ അവൻ കോളേജിൽ പോയിട്ടില്ല. കാര്യം ബാപ്പ കള്ളനായില്ലേ. എന്താണ് സത്യാവസ്ഥ എന്നാലും ചിന്തിക്കുന്നില്ലല്ലോ. ഗതികയോട് നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ ഇന്ന് തുറന്ന് പറച്ചിലിറങ്ങി, അല്ലെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. ഇദ്ദേഹത്തിനോട് ഞാൻ 20 ലക്ഷം രൂപ വെച്ചിട്ട് അദ്ദേഹം എനിക്ക് 10 ലക്ഷം രൂപയെ തന്നു. അതിന് ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു 4 ലക്ഷം കൂടി തന്നു. ആ 4 ലക്ഷം രൂപ ഞാൻ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. 10 ലക്ഷം രൂപയെന്ന് അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ കൂടി പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ഇന്നുവരെ എന്നോട് പൈസ ചോദിച്ചു. ഞാൻ 5 വർഷം ജോലി എടുത്തതിന് അദ്ദേഹം എനിക്ക് 1 രൂപ പോലും ശമ്പളം തന്നിട്ട്. ബാദിക്ക ആ ഒരു 7 ലക്ഷം രൂപ ബാദിക്കയുടെ ശമ്പളമായിട്ട് കൂട്ടി ശമ്പളമായിട്ട് ഞാൻ കണക്കാക്കിയെന്നല്ല. മറ്റവർ രണ്ടുപേരും അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹവും അത് വേണ്ടാന്ന് വെക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇദ്ദേഹം എന്നോട് ലാസ്റ്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് പൈസയൊന്നും ആവശ്യമില്ല, എനിക്ക് ഏതെങ്കിലും പടത്തിൽ അവസരം വാങ്ങിച്ചു തരുമെന്നേ എന്നോട് പുള്ളി പറഞ്ഞിട്ട്. 5 ലക്ഷം രൂപ ശമ്പളമുള്ളൂ, 15 രൂപയെങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിന് ഒഴിവാക്കിയത്, അത് ഞാൻ ഒഴിവാക്കി. പിന്നീട് അദ്ദേഹം എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെയാണ് പുള്ളി ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ഇറങ്ങി. അറ്റ്ലീസ്റ്റ് ഒരാൾക്കെതിരെ ആരോപണമായിട്ട് ഇറങ്ങുമ്പോൾ അയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. 20 ലക്ഷം രൂപ എന്നാണ് പറയുമ്പോൾ അത് ചെറിയ പൈസയല്ല. എനിക്ക് എത്ര തന്നെന്ന് അയാൾ ആദ്യം ചിന്തിച്ചിട്ട് വേണം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങി. അദ്ദേഹം പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഉല്ലാസ പൂത്തിരികൾ എന്ന് പറഞ്ഞ സിനിമ. ഞാൻ അഭിനയിച്ച പടമാണ്. ആ സിനിമയിൽ ഒരുപാട് പേർക്ക് ഇയാൾ കാശ് കൊടുക്കാനുണ്ട്. അവരാരെങ്കിലും സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ഓരോ ആൾക്ക് ഇയാൾ അനുഭവിച്ചേക്കുന്ന ഓരോ ലൊക്കേഷനിലെ ഓരോ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. ബാദിക്കയുടെ മോള് ആളൊരു ലൈവ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വരുന്ന സൈബർ അറ്റാക്ക് അത് നിർത്തണം, ഞങ്ങളൊക്കെ ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ട് അവളുടെ പേജിനിടയിൽ വന്ന തെറിക്ക് കൈയും കിടക്കില്ല. അവിടെ മനസ്സിൽ തോന്നുകയാണ് ബാപ്പി ആരെങ്കിലും വാങ്ങിച്ചിട്ടെങ്കിലും ബാപ്പി തിരിച്ചു കൊടുക്കും. കൂടുതലും ബാധിക്കുന്നത് ബാദിക്കയുടെ കുടുംബത്തിനാണോ? ഇപ്പൊ ഒരാൾ ഈ അടുത്ത് ആത്മഹത്യ ചെയ്തില്ലേ, ദീപക്. ഈ സൈബർ ആക്രമണമല്ലേ അദ്ദേഹം. ചെറിയ ചില്ലറ ചീത്തയല്ലേ ഇതിനകത്ത് വരുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റൂല. ഇമോഷൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ എൻ്റെ ഒരു സിനിമ റിലീസ് അനൗൺസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇതുമായിട്ട് അദ്ദേഹം വന്നേക്കുന്നത്. അതിനൊരു മാസം മുമ്പ് വരെയും ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞാനും അദ്ദേഹവും. ഓസ്ട്രേലിയയിലുള്ളപ്പോൾ പോലും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമായിട്ട് വന്നതിൽ പിന്നിൽ ഇതൊക്കെ ഉണ്ടെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഞാൻ ഇൻഡസ്ട്രിയിൽ പഴയ ബാദുഷായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കും, ഇനിയും നിൽക്കും. ഇപ്പോഴല്ല, ഇനിയും നിൽക്കും. മലയാളികൾക്ക് അത് വേണം. പിന്നെ ഞാനൊരിക്കലും ഭയക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോടി പോകാനും പോണില്ല. ഞാൻ എന്തെങ്കിലും അയക്കുന്ന സിനിമയിൽ വന്നതിന് ശേഷമാണ്. ഈ സിനിമ തന്നെ ഞാൻ മരിക്കുന്നിടത്തോളം കാലം എൻ്റെ കൂടെ ഉണ്ടാവും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാള സിനിമയുടെ പ്രൊഡ്യൂസർ ബാദിഷയാണ്. ബാദിഷക്ക, സ്വാഗതം. നമസ്കാരം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കാൻ പറ്റില്ല, വിശേഷം മുഴുവൻ ബാധിക്കുകയാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഹരീഷ് കണാരനുമായിട്ടുള്ള ആ ഒരു വിഷയം എന്താണ്? ശരിക്കുള്ള സത്യം എന്താണ്? അല്ല, സത്യം എന്താണെന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എനിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം, 20 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഞാൻ കടമായിട്ട് വാങ്ങുകയും അത് തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറം സിനിമ പോലുള്ള പടങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഞാൻ കട്ട് ചെയ്തു, അല്ലെങ്കിൽ അയാളുടെ തൊഴിൽ ഞാൻ നിഷേധിച്ചു എന്നുള്ളൊരു ആരോപണമാണ് അയാളൊരു 1.5 മാസം മുമ്പ് എനിക്കെതിരെ ഉന്നയിച്ചത്. അന്ന് ഞാൻ പിന്നെ അത് പ്രതികരിക്കാതിരുന്നത് എൻ്റെ ഒരു സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓട്ടവും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതെ നിന്നത്. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ സത്യാവസ്ഥകളെല്ലാം എല്ലാ ചാനലുകളോടും പറഞ്ഞു കഴിഞ്ഞു. ഏറം സിനിമയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടത് ഒരിക്കലും ഞാൻ കട്ട് ചെയ്തതല്ല, അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറാണ് ഒഴിവാക്കിയത്. കാര്യം അദ്ദേഹം ശമ്പളം കൂടുതൽ ചോദിച്ചപ്പോൾ നമുക്ക് ആ സിനിമയ്ക്ക് ഏറം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ സിനിമയ്ക്ക് ഒരുപാട് ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് പണം മുടക്കേണ്ട ഒരു പടമാണ്. അപ്പോൾ അവിടെയൊന്നും നമുക്ക് താരങ്ങൾക്ക് വലിയ പൈസ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള പടമായതുകൊണ്ട് അതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളോടും നമ്മളതുപോലെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ജഗദീഷ് ഏട്ടനാണെങ്കിലും സുരഭി ആണെങ്കിലും ഇന്ദ്രൻ സേട്ടനാണെങ്കിലും ഒക്കെ അഭിനയിച്ചേക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഹരീഷ് കണാരനോടും പറഞ്ഞു നമുക്ക് 50 ദിവസം ഡേറ്റ് വേണം, 5 ലക്ഷം രൂപ ശമ്പളമുള്ളൂ. പക്ഷെ അത് പുള്ളിക്ക് അത് പോരാ, ഒരു 15 രൂപയെങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിന് ഒഴിവാക്കിയത്, അത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല.
ഹരീഷ് കണാരൻ്റെ ഒരു 1.5 മാസം മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 ലക്ഷം രൂപയാണ് ബാധിക്ക ഹരീഷ് കണാരന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അങ്ങനെ 20 ലക്ഷം രൂപ ബാധിക്ക മേടിച്ചിട്ടുണ്ടോ? ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇല്ല. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് 20 ലക്ഷം രൂപ. അദ്ദേഹത്തിനോടും ഞാൻ ആ സമയത്ത് ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റു 2 ആർട്ടിസ്റ്റുകളോടും അദ്ദേഹത്തിനോടും എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചു. കാര്യം 5 വർഷമായിട്ട് ഞാൻ ഇവർക്ക് 3 പേർക്കും വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവരുടെ നിന്നും ഞാൻ 1 രൂപ പോലും ശമ്പളം വാങ്ങിച്ചിട്ടില്ല. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഇവരോട് 3 പേരോട് ചോദിക്കുകയും മറ്റവർ 2 പേരെ തരികയും ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മറ്റവർ 2 പേരും അതെനിക്ക് തിരിച്ചു വേണ്ട, അപ്പോൾ അതൊക്കെ എത്ര നാളായിട്ട് നിങ്ങളോട് പണിയെടുക്കുമല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുമല്ലേ, അതുകൊണ്ട് ആ പൈസ ഞങ്ങൾക്ക് വേണ്ട, അത് അതൊക്കെ കൈവച്ചു എന്ന് പറയുകയും ഇദ്ദേഹത്തിനോട് ഞാൻ 20 ലക്ഷം രൂപ വെച്ചിട്ട് അദ്ദേഹം എനിക്ക് 10 ലക്ഷം രൂപയെ തന്നുള്ളൂ. 10 ലക്ഷം രൂപ തന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു 4 ലക്ഷം കൂടി തന്നു. ആ 4 ലക്ഷം രൂപ ഞാൻ 2ാമത്തെ ദിവസം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. 10 ലക്ഷം രൂപയെന്ന് അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ കൂടി പല പ്രാവശ്യം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇന്നുവരെ എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇനിയും പൈസ കൊടുക്കാൻ ബാക്കിയുണ്ടോ അതില്? 7 ലക്ഷം രൂപ ശരിക്കും അദ്ദേഹത്തിന് കൊടുക്കേണ്ട പൈസയാണ് ഞാൻ. പക്ഷേ ഞാൻ 5 വർഷം ജോലി എടുത്തതിന് അദ്ദേഹം എനിക്ക് 1 രൂപ പോലും ശമ്പളം തന്നിട്ടില്ല. അപ്പോ ബാധിക്ക ആ ഒരു 7 ലക്ഷം രൂപ ബാധിക്കയുടെ ശമ്പളമായിട്ട് കൂട്ടി ശമ്പളമായിട്ട് ഞാൻ കണക്കാക്കിയെന്നല്ല. കാര്യം മറ്റവർ 2 പേരും അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹവും അത് വേണ്ടാന്ന് വെക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. കാര്യം ഇദ്ദേഹം എന്നോട് ലാസ്റ്റ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് പൈസയൊന്നും ആവശ്യമില്ല, എനിക്ക് ഏതെങ്കിലും പടത്തിൽ അവസരം വാങ്ങിച്ചു തരുമെന്നേ എന്നോട് പുള്ളി പറഞ്ഞിട്ടുള്ളൂ. പുള്ളി അത്യാവശ്യം വന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നീട് പുള്ളി ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ പൈസ കൊടുക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അത് അദ്ദേഹത്തിന് തന്നെ ചിന്തിക്കാം. ഒരിക്കലും ഇദ്ദേഹത്തിന് ആ പൈസ തിരിച്ചു വയ്ക്കുന്ന മോശമാണെന്ന് അദ്ദേഹത്തിന് തന്നെ ചിന്തിക്കാം. 5 വർഷം ഞാൻ അദ്ദേഹത്തിന് പണിയെടുത്തതിന് 7 ലക്ഷം രൂപ വന്നാൽ മതിയാവുമോ? 5 വർഷം ഞാൻ അയാൾക്ക് വേണ്ടി 72 സിനിമയോളം വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റ് 2 പേര് പൈസ വേണ്ട ബാധിക്ക പൈസ വേണ്ട എന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും സാഹചര്യം ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ സാഹചര്യം കൊണ്ടായിരിക്കാം അയാൾ പൈസ തിരിച്ചു ചോദിച്ചത് എന്നും നമുക്ക് കരുതാമല്ലോ. അല്ല, അദ്ദേഹം പൈസ തിരിച്ചു ചോദിച്ച സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലുള്ള പോലെ 2, 3, 4 ഒക്കെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. ചോദിക്കാതെയാണ് പുള്ളി ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ഇറങ്ങിയത്. അറ്റ്ലീസ്റ്റ് ഒരാൾക്കെതിരെ ആരോപണമായിട്ട് ഇറങ്ങുമ്പോൾ അയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കണം. 20 ലക്ഷം രൂപ എന്നാണ് പറയുമ്പോൾ അത് ചെറിയ പൈസ അല്ല. എനിക്ക് എത്ര തന്നെന്ന് അയാൾ ആദ്യം ചിന്തിച്ചിട്ട് വേണം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ. അല്ലെങ്കിൽ അയാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പോൾ എന്നെ വിളിക്കണം, എനിക്കിപ്പോൾ പൈസ ആവശ്യമുണ്ട്, എനിക്ക് നിങ്ങൾ തന്നെ തന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോകുമെന്ന് അയാൾ പറയണം. ഇതൊന്നും ചെയ്യാതെ ഒരു ചേതോവികാരത്തിന്റെ പ്രതി അയാൾ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറങ്ങിയിട്ട് എന്താ കാര്യം? അപ്പൊ അതൊക്കെ ഒരു പ്രാവശ്യം പോലും അത്രയും നാൾ ജോലിക്കാരനായിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ അത്രയും നാൾ ആളുടെ കൂടെ നിന്നിട്ട് ഒരു പ്രാവശ്യം പോലും ശമ്പളം വേണം എന്ന് ഒന്നും ചോദിച്ചിട്ടില്ലേ? ഞാൻ ആരാളും അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ ചെയ്യുന്ന ഒരു സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിനോട് പോലും എനിക്ക് എൻ്റെ ശമ്പളം വേണം എന്ന് ഞാൻ പറയാറില്ല. എനിക്ക് ഇത്ര ശമ്പളം എന്നുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഉണ്ടാവും, അത് അവർ തരാറാണ് പതിവ്. ഞാൻ ഇയാളോട് വർക്ക് ചെയ്യുമ്പോൾ എന്നാലും ഇയാൾക്ക് ചിന്തിക്കാമല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഇപ്പം നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന നിങ്ങളോട് 2-3 പേര് അസിസ്റ്റന്റ് ആയിട്ടുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആരുടെയാണ്? ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. ഞാൻ 5 വർഷം അയാൾക്ക് വേണ്ടി പണിയെടുത്തുന്ന അയാൾ എല്ലാ ചാനലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷമാണ് അയാളുടെ ഇതെല്ലാം അയാളുടെ ദിനചര്യ പോലും കറക്റ്റായതെന്ന് അയാൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും പണിയെടുത്ത ഒരാൾക്ക് 5 വർഷം പണിയെടുത്ത ഒരാൾക്ക് ഇയാൾ എന്ത് കൊടുത്തു? 100 രൂപ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അത്രയും അടുപ്പമുള്ള ഒരാൾ, അത്രയും വർഷങ്ങളായിട്ട് ഹരീഷ് കണാറിനെ ആക്കിയ ഒരാളെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം, വാലിഡ് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാര്യം അതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഞാൻ എൻ്റെ ഒരു സിനിമ റിലീസ് അനൗൺസ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇതുമായിട്ട് അദ്ദേഹം വന്നേക്കുന്നത്. അതിന് 1 മാസം മുമ്പ് വരെയും ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞാനും അദ്ദേഹവും. ഓസ്ട്രേലിയയിലുള്ളപ്പോൾ പോലും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമായിട്ട് വന്നതിൽ പിന്നിൽ ഇതൊക്കെ ഉണ്ടെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അപ്പോ ശരിക്കും മനഃപൂർവ്വം ARMൽ നിന്നും ഒഴിവാക്കിയതാണ് എന്നാണ് ആള് പറയുന്നത്. ശരിക്കും അങ്ങനെയല്ല. ഇപ്പം ഹരീഷ് കണാറിന് സിനിമകളില്ല, അങ്ങനെ ഈ സിനിമ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാക്കിയത് ബാദുഷ കാരണമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ബാധിക്ക? ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എത്ര കാലമായി ഒരു സിനിമ ചെയ്തിട്ട്? ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലും എല്ലാം ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഈ കാലയളവിനുള്ളിൽ ഞാൻ എത്ര സിനിമ ചെയ്തെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ പ്രൊഡക്ഷൻ ഫീൽഡിലോട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ സിനിമ വർക്ക് ചെയ്യാറില്ല. അപ്പം ഞാനും ഔട്ടാണ് ഇൻഡസ്ട്രിയിൽ നിന്ന്. പക്ഷെ ഔട്ടല്ലാതെ നിൽക്കുന്നത് നമ്മളിങ്ങനെ ഒരു ഫിഗറായിട്ട് നിൽക്കണതുകൊണ്ടാണ്.
എനിക്ക് സിനിമയിൽ അവസരം വന്നപ്പോൾ സിനിമ വർക്ക് ചെയ്യാനുള്ള അവസരം വന്നപ്പോൾ 2 സിനിമയിലോട്ടും ഹരീഷ് കണാറിനെ അഭിനയിക്കാൻ വേണ്ടി ക്യാരക്ടർ ഫിക്സ് ചെയ്ത ആളാണ് ഞാൻ. ഇപ്പം ARM സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത ആശകളായിരം സിനിമയാണെങ്കിലും ഇതിലൊക്കെ പുള്ളിക്ക് ക്യാരക്ടർ ഫിക്സ് ചെയ്ത ആളാണ് ഞാൻ. ARM സിനിമയിൽ നിന്ന് പുള്ളിയുടെ ശമ്പള പ്രശ്നം കാരണം പുള്ളി ഒഴിഞ്ഞു പോയത്. ആശകളായിരത്തിൽ ഡേറ്റിൻ്റെ ക്ലാഷ് കാരണം പുള്ളി മാറിപ്പോയത്. ഞാൻ ആശകളായിരം എന്ന് പറഞ്ഞ സിനിമയാണ് ഏറ്റവും ലാസ്റ്റ് ഇൻഡസ്ട്രിയിൽ ചെയ്തേക്കുന്നത്. അതിനകത്ത് അതിൻ്റെ ഡയറക്ടർക്കും അതിൻ്റെ റൈറ്റർക്കും എൻ്റെ പ്രൊഡ്യൂസർക്കും താല്പര്യമില്ലാഞ്ഞിട്ട് പോലും എൻ്റെ നിർബന്ധത്തിന് വേണമെങ്കിൽ അയാൾക്കൊരു ക്യാരക്ടർ വെക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞത്, ഇപ്പം പ്രജിത്താണ് ഡയറക്ടർ, ജൂഡാൻ്റെയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ, കൃഷ്ണമൂർത്തി സാറും ഗോപാല സാറുമാണ് പ്രൊഡ്യൂസേഴ്സ്. ഗോപാല സാറ് വരാറില്ല. കൃഷ്ണമൂർത്തി സാറിനോട് ഞാൻ പറഞ്ഞു, എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല, അയാൾക്കൊരു ക്യാരക്ടർ കൊടുക്കണം ഈ സിനിമയിൽ. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്താൽ പോരെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് സമ്മതിക്കാതെ ഞാൻ നിർബന്ധപൂർവ്വം അയാളെ ക്യാരക്ടർ വെപ്പിച്ചേക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അയാളെ തൊഴിൽ നിഷേധിക്കുന്നുണ്ടോ, ഞാൻ അയാളെ ഒഴിവാക്കുന്നുണ്ടോ സിനിമയിൽ നിന്ന്? എന്ത് അയാളത് മനസ്സിലാക്കുന്നത്? അയാൾക്ക് കൃത്യമായിട്ടറിയാം ഇതെല്ലാം ഞാൻ വെച്ചേക്കുന്ന. അപ്പോ ഇക്ക ഒരു ഇന്റർവ്യൂലോ അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റിലോ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സ്വഭാവ ഗുണം കൊണ്ടാണ് അയാൾക്ക് സിനിമകൾ കിട്ടാത്തത്. അപ്പൊ അത്രയും നാൾ കൂടെയുള്ള ഒരാള് എന്ന നിലയിൽ എന്തായിരുന്നു ഹരീഷ് കണാറിന്റെ സ്വഭാവം? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുള്ളിയുടെ ഭാഗത്തു നിന്ന്. ഞാനൊന്നും ഇന്ന് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എണ്ണി പറഞ്ഞാൽ അതിന് മാത്രം പ്രശ്നങ്ങൾ പല സെറ്റുകളിലും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹം ഔട്ടായി നിൽക്കുന്നത്. ഇത് പല പ്രാവശ്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കാതെ പിന്നെയും പുള്ളി അതൊക്കെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. പുള്ളി ഔട്ടായിപ്പോയത് പുള്ളിയുടെ സ്വഭാവം കൊണ്ടാണ്. അപ്പോൾ പേഴ്സണലി ഇക്കാക്ക് മാത്രമല്ല, ഇതുപോലുള്ള പല പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും ഹരീഷ് കണാറിനോടൊരു ദേഷ്യം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നോ? ഈ 100% ഉണ്ടായിരുന്നു. പല പ്രൊഡ്യൂസേഴ്സിനും പല ഡയറക്ടേഴ്സിനും പല പ്രൊഡക്ഷൻ കണ്ടേഴ്സിനും ഇയാളെ കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് പറഞ്ഞതിൽ അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും അയാളെ നിർമ്മലിനെയൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇറക്കിയ രാജീവ് എന്ന് പറയുന്ന വ്യക്തി, ഒരു ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു വെബ് സീരീസിൽ ഇയാൾ ഉണ്ടാക്കിയ പ്രശ്നം കാരണം ഒരു ദിവസം ഷൂട്ടിംഗ് നടന്നിട്ടില്ല. അത് ഇയാളെയൊക്കെ ഫീൽഡിൽ കൊണ്ടുവന്ന ആളുടെ. അപ്പം അങ്ങനത്തെ സ്വഭാവ ഗുണങ്ങൾ കാണിച്ചത് കൊണ്ടാണ് ഇയാൾ ഔട്ടായി പോയേക്കുന്നത്. ഇപ്പോഴാണ് അയാൾ അതിനെയൊക്കെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കുള്ളൂ, എന്തുകൊണ്ട് അയാൾ ഔട്ടായെന്നുള്ളത്. അതായത് ഒരു മികച്ച കലാകാരൻ, ഒരു നല്ലൊരു നടൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ, അയാളെ സിനിമയ്ക്ക് ആവശ്യമാണെങ്കിൽ ആര് വിചാരിച്ചാലും ഇയാൾ ഔട്ടാക്കാൻ പറ്റില്ല. ഇക്കാക്ക് അങ്ങനെ അയാളിൽ നിന്നുണ്ടായ ഒരു അനുഭവം, മോശമായിട്ട് തോന്നിയ ഒരു അനുഭവം, ഇത് ശരിയല്ല എന്ന് തോന്നിയ ഒരു അനുഭവം? അതെ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ രാജീവിൻ്റെ കണാരോണം എന്ന് പറഞ്ഞ പരിപാടി വെബ് സീരീസ് ഞാനാണ് പ്രൊജക്ട് ഡിസൈനർ. അതിലുണ്ടായൊരു അനുഭവമാണ് ഈ പറഞ്ഞത്. രാവിലെ ഇയാൾ സെറ്റിൽ വരുന്നില്ല, ഇയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ എറണാകുളത്ത്, കോഴിക്കോട് ഷൂട്ട് നടക്കുന്നു, ഇയാൾ ഷൂട്ടിൽ ലൊക്കേഷനിൽ, അവിടെ നിന്ന് എനിക്ക് ഫോൺ വന്നുകൊണ്ടേയിരിക്കണം. അവസാനം ആ പടം വെബ് സീരീസ് ഞാൻ ഏൽപ്പിച്ച ഒരു ആസാദ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കണ്ടുകൊണ്ട് ഇയാളുടെ വീട്ടിൽ ചിലപ്പോൾ ഇയാൾ കിടന്ന് ഉറങ്ങുക ഉച്ചയ്ക്ക് 12 മണിക്ക്. ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടില്ല, അന്നത്തെ ദിവസം ഷൂട്ടിംഗ് നടന്നില്ല. പിന്നെ അന്ന് രാത്രി ഞാൻ ഓടി എറണാകുളം എത്തിയിട്ട് ഇയാളുടെ വീട്ടിൽ പോയി കൈയും കാലും പിടിച്ചുകൊണ്ട് വന്നാണ് അടുത്ത ദിവസം അഭിനയിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ചെറിയൊരു നിസ്സാര അനുഭവമാണ്. ഈ അനുഭവമല്ല, മലയാള സിനിമയിലെ പല പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കും പല പ്രൊഡ്യൂസേഴ്സിനും പല ഡയറക്ടേഴ്സിനും ഇയാളിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ ഭയങ്കര വലുതാണ്. ഇപ്പം ലാസ്റ്റ് ഇയാൾ അഭിനയിച്ച മധുരക്കണക്ക് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ പ്രൊമോഷൻ സമയത്താണ് ഇയാൾ എന്നെപ്പറ്റി പരാമർശം ഉന്നയിച്ചത്. ആ സിനിമ പോലും പല പ്രാവശ്യം ഷെഡ്യൂളാക്കിയേക്കുന്ന പുള്ളിയാണെന്ന് അതിൻ്റെ ഡയറക്ടർ എന്നോടല്ല, ഞങ്ങൾ, അതായത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ 17 മെമ്പേഴ്സിനോട് ഇയാൾ അവിടെ നിന്ന് പരസ്യമായിട്ട് കമ്മിറ്റിയിൽ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നുണയാന്ന് പറയാം. അവിടെ ഇരിക്കുന്ന 17 പേരിരിക്കും, ആ 17 പേരോട് ഇയാൾ പറഞ്ഞേക്കുവാണത്. അപ്പം അവിടെ ഇരിക്കുന്ന ഓരോ എക്സിക്യൂട്ടീവും പ്രൊഡക്ഷൻ കൺട്രോളർമാരും അവരുടെ അനുഭവങ്ങൾ ഇങ്ങോട്ട് പറയുവാണ്. ഇയാളെ കൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും നിസ്സാരം ഒരു പടത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ബിജു ചേട്ടൻ ഹീറോ ആയിട്ടൊരു സിനിമയിൽ ഇദ്ദേഹം അഭിനയിക്കാൻ വരികയും പ്രൊഡക്ഷൻ വണ്ടി കൊടുത്തിട്ട് ആ വണ്ടി കയറാതെ സ്വന്തം വണ്ടിക്ക് റൂമിൽ നിന്ന് ലൊക്കേഷനിൽ വരികയും ആ ലൊക്കേഷനിൽ വന്നതിന് നമ്മളൊരു കാൽക്കുലേഷൻ പറ്റി 750 രൂപ ഒരു ഡീസൽ കാശ് കൊടുക്കുമ്പോൾ അത് പറ്റില്ല, എനിക്ക് 2500 കിട്ടിയാലേ ഞാൻ ഇന്ന് സിനിമയ്ക്ക് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് ക്യാരവാനിൽ കയറി വാതിലടച്ചിട്ടിരുന്നു. ഉച്ചവരെ ഷൂട്ട് നടന്നിട്ടില്ല. അങ്ങനെ എന്തോരം അനുഭവങ്ങളാണ് ഇയാളെ കൊണ്ട് പല ആൾക്കാർക്കും ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ സ്വഭാവം കൊണ്ടാണ് ഇയാൾ സിനിമയിൽ നിന്ന് ഔട്ടായത്, അല്ലാതെ ബാദുഷ അയാൾ ഔട്ടാക്കിയിട്ടില്ല.
ബാദുഷാക്ക് ഇയാളെ എന്നല്ല ഒരു മനുഷ്യനെയും എല്ലാവർക്കും ഞാൻ തൊഴിൽ വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണ്. ഒരാളുടെ തൊഴിൽ ഞാൻ നിഷേധിക്കാറില്ല. എന്നെ പറ്റി അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോ ഇങ്ങനൊരു അവസരം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ സിനിമയിൽ ഇനി ഒരു ചാൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ഒന്നും കൂടി ഒന്ന് ഫെയിം നിലനിർത്താം? അല്ലെങ്കിൽ തീർച്ചയായിട്ടും സംഘടനയ്ക്ക് പ്രസ്റ്റേഷൻ ഉണ്ടാവും. പ്രസ്റ്റേഷന്റെ പുറത്ത് പെട്ടെന്ന് എൻ്റെ പേര് പെട്ടെന്ന് കയറി വന്ന് വീണ്ടും ഇയാൾ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത് പുതിയ തലമുറയുടെ മുമ്പിൽ അറിയിക്കാൻ അദ്ദേഹം നടത്തിയൊരു ശ്രമമായിരിക്കാം. പക്ഷെ അത് നമ്മുടെ കുടുംബത്തെ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് അയാൾ ചെയ്തു എന്നുള്ളത് അയാൾ മനസ്സിലാക്കുന്നില്ല. അതെ, ഞാൻ ഇതിൽ നേരിട്ട് സൈബർ ആക്രമണം ചെറുതൊന്നുമല്ല. കുടുംബത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു ബാധിക്കയുടെ മോഡലാണ് ആളൊരു ലൈവ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വരുന്ന സൈബർ അറ്റാക്ക് അത് നിർത്തണം, അല്ലെങ്കിൽ വാപ്പ ഇങ്ങനെ എന്റെ വാപ്പ ഇങ്ങനെ പലരുടെയും കടം മേടിക്കുന്നുണ്ട് പക്ഷെ അത് തിരിച്ചു കൊടുക്കാതിരിക്കുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും വന്ന് ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം അത്രയും വീട്ടുകാർക്ക് കൊണ്ടിട്ടായിരിക്കും മകൾ വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ? അല്ല, അന്ന് ഈ ഇങ്ങനെ ഒരു പ്രസ്താവന വരികയും മൊത്തം സൈബർ ആക്രമണം വരുമ്പോൾ എൻ്റെ മോള് അവള് സ്വന്തം ഇഷ്ടത്തിനാണ് അവൾ ആ 2 മണി സമയത്തെ കണ്ടാണ് ആ വീഡിയോ പോലും വാപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ മനസ്സിൽ തോന്നിയ കാര്യം വാപ്പി ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പി തിരിച്ചു കൊടുക്കും. സിനിമയാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാനും കൊടുക്കാനൊക്കെ ഉണ്ടാവും. എപ്പോഴും ഒരാൾ സിനിമയിൽ എപ്പോഴും ഹൈ ക്ലാസ്സിൽ നിൽക്കില്ല. പല പരീക്ഷണങ്ങൾ നേരിട്ട് തന്നെ വരുള്ളൂ. കഴിഞ്ഞ 2 സിനിമകൾ എനിക്ക് ഭയങ്കര നഷ്ടങ്ങൾ സംഭവിച്ച വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പി കൊടുക്കുമെന്ന് പറയാനാണ് അവൾ വന്നത്. അല്ലാതെ ഞങ്ങളൊക്കെ ആക്രമിക്കരുതെന്ന് പറഞ്ഞിട്ട് അവളുടെ പേജിൻ്റെ അടിയിൽ വന്ന തെറിക്ക് കൈയും കണക്കില്ല. ഇന്നും ഇത്രയും നേരം കഴിഞ്ഞു, ഇന്ന് ഈ വന്ന് ഇത്രയും ചാനലുകൾ വന്ന് ആ ചാനലിൻ്റെ അടിയിലെല്ലാം തെറിയാണ്. ഇത് വരുന്നതെല്ലാം ഒരേ അക്കൗണ്ടിൽ നിന്നാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പുതിയതായിട്ട് ആരും ഒന്നും ഇടുന്നില്ല. അന്ന് മുതൽ ഇന്ന് വരെ, അതായത് എൻ്റെ റേച്ചൽ എന്ന് പറഞ്ഞ സിനിമ ആദ്യം റിലീസ് അനൗൺസ് ചെയ്ത് അന്ന് ചെറിയ വിഷയങ്ങൾ വന്ന് മുടങ്ങി അന്ന് മുതൽ അതിൻ്റെ പേജിൽ വരുന്ന അതേ അക്കൗണ്ടുകളിൽ നിന്നാണ് ഇന്നും ഈ തെറികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും എൻ്റെ പേജിൽ വന്നുകൊണ്ടിരിക്കുന്ന തെറികൾ അതാണ്. ഞാൻ ഈ തെറികൾ സഹിക്കാൻ വയ്യാതെയാണ് ഈ ശരിക്കും പറയാൻ ഞാൻ ഇന്ന് ഈ ഇന്നലെ രാത്രി 7 മണിക്കെടുത്ത തീരുമാനമാണ് ഇന്ന് ഞാനിത് തുറന്നു പറയാൻ തീരുമാനിച്ചത്. അപ്പോ ബാധിക്ക ഒരിക്കലും ആ ഒരു 1.5 മാസമായിട്ടും ആ സംഭവത്തിന് ശേഷം ഇതുവരെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട എന്നൊരു തീരുമാനം? ഞാനത് അങ്ങനെ പോണെങ്കിൽ പൊക്കോട്ടെ. കാര്യം എനിക്ക് അദ്ദേഹമായിട്ട് അത്ര നല്ല ബന്ധമാണ്. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതാണ്. എൻ്റെ 2 പിള്ളേരും പ്രായപൂർത്തിയായി. അദ്ദേഹത്തിന് കൊച്ചു കുട്ടികളാണ്. ഇവരൊക്കെ വളർന്നു വരികയാണ്. അതെങ്ങനെ പൊക്കോട്ടെന്ന് തീരുമാനിച്ചിരുന്ന ആളാണ്. പക്ഷെ അത് പൊക്കോട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്നല്ല. ഇത് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. ഇന്നലെയൊക്കെ ആവശ്യമില്ലാതെ ഞാൻ എന്ത് പോസ്റ്റ് ഇട്ടാലോ എന്നോട് തെറിയാണ്. നിങ്ങൾക്കറിയോ, ഞാൻ എൻ്റെ പേജ് നോക്കിയാൽ കാണാം, ഇൻഡസ്ട്രിയിൽ ആര് മരിച്ചാലും ആർക്ക് എന്ത് ആവശ്യം വന്നാലും എൻ്റെ പേജിലുണ്ടാവും. ഞാൻ ലാൽ സാറിൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. കാര്യം ആ മഹാനടൻ്റെ അമ്മയുടെ പേരിൽ ഞാൻ ആദരാഞ്ജലി ഇട്ടല്ലോ, അതിനിടയിൽ തെറിയാണ് വന്നത്. ഞാൻ ആ തെറി കേൾപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ ലാൽ സാറിൻ്റെ അമ്മ മരിച്ചിട്ട് എൻ്റെ പേജിൽ ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. അതിന് മുമ്പ് സീനിയേട്ടൻ മരിച്ചപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടു. പൂരത്തെറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മരണ പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ അടിയിൽ തെറിയാണ്. സൈബർ ആക്രമണം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വരുന്നതെല്ലാം ഒരേ അക്കൗണ്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പരിപാടി. ഇത് കൂടുതലും ബാധിക്കുന്നത് ബാധിക്കാട് കുടുംബത്തിനാണോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഏത് ജനറേഷനിലാണ് ജീവിക്കുന്നത്? ഈ ജനറേഷൻ മുഴുവൻ സോഷ്യൽ മീഡിയ നോക്കിയാണ് ആൾക്കാർ ജീവിക്കുന്നത്. നേരെന്ത് അതിനകത്ത് നേരില്ല എന്ന് ആരും ചിന്തിക്കുന്നില്ല. ആർക്കെതിരെയാണ് തെറി പറയുന്നത് അതല്ലേ ആൾക്കാർ നോക്കുന്നത്. ഇപ്പൊ ഒരാൾ ഈ അടുത്ത് ആത്മഹത്യ ചെയ്തില്ലേ കഴിഞ്ഞ ദിവസം, ദീപക്. ഈ സൈബർ ആക്രമണമല്ലേ അദ്ദേഹം മരിക്കാൻ. അദ്ദേഹത്തിനെ പോലെ ഇപ്പൊ എന്നെ പോലെ അദ്ദേഹം ഒരുപാട് പേർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റൂല. ചെറിയ ചില്ലറ ചീത്തയല്ലേ ഇതിനകത്ത് വരുന്നത്. നമുക്ക് സഹിക്കാൻ പറ്റൂല. മരിച്ചുപോയ എൻ്റെ വാപ്പാനെ തെറി പറയുകയാണ്. എഴുന്നേക്കാൻ പോലും പറ്റാതെ, ഫുഡ് പോലും ഭക്ഷണം കഴിക്കാതെ മൂക്കിൽ കൂടി ട്യൂബിട്ട് ഭക്ഷണം കഴിച്ച് വീട്ടിൽ കിടക്കുന്ന ഉമ്മാനെയാണ് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോൻ കോളേജിൽ പോയിട്ട് എത്ര ദിവസം എന്നറിയൂ? അന്ന് മുതൽ അവൻ കോളേജിൽ പോയിട്ടില്ല. നാണക്കേടുണ്ട്. കാര്യം ബാപ്പ കള്ളനായില്ലേ. പുറത്തെന്താണ് പറയുന്നത് ആൾക്കാർ? എന്താണ് സത്യാവസ്ഥ എന്നാരും ചിന്തിക്കുന്നില്ലല്ലോ. ഗതികയോട് നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ ഇന്ന് തുറന്ന് പറച്ചിൽ ഇറങ്ങി. അല്ലെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. കാരണം എനിക്ക് അയാളെ നശിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. ഞാൻ അയാളോടത്ത് അത്രയും നല്ല സൗഹൃദമാണ്. ഇനി ഒരു സിനിമ വന്നാലും ശരി, അയാൾക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു കൊടുക്കും. എനിക്ക് ആരോടും അങ്ങനെ വിരോധമുള്ള വ്യക്തിയില്ല.
ഒരാളെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തിനാണ് ഇയാൾ കൂട്ടുന്നതെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. അതറിയാൻ ഇനി നമുക്ക് പ്രത്യേകിച്ച് വഴികളൊന്നും ഇല്ലല്ലോ. വേറെ വഴികളൊന്നുമില്ല. കാര്യം പുള്ളിയുടെ കൂടെയുള്ളവരും ഉൾപ്പെടെ നമ്മളെ നാറ്റിക്കുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇതിനിടയിൽ എന്തോ ഒരു അജണ്ട ഉണ്ടെന്ന്. കുടുംബം ഇക്കാടെ വൈഫും കാര്യങ്ങളൊക്കെ കൂടെ നിൽക്കുന്നുണ്ടോ? അല്ല, എൻ്റെ കുടുംബം എൻ്റെ കൂടെ തന്നെ. എൻ്റെ കുടുംബം, എൻ്റെ കൂടപ്പിറപ്പുകൾ, വൈഫും മക്കളും പോട്ടെ, എൻ്റെ കൂടപ്പിറപ്പുകളുണ്ട്. അവർ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അനുഭവമൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആങ്ങളെ പറ്റി ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. 3-4 ദിവസം കഴിഞ്ഞിട്ട് അവരൊക്കെ ഒന്ന് റിക്കവർ ആയത്. ഇയാളത് മനസ്സിലാക്കുന്നില്ല. ഇയാൾ തുറന്നടിച്ചങ്ങോട്ട് പറഞ്ഞു. എന്തിനാ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞത്? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാൾക്ക് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ചെയ്യാം, എനിക്ക് അത്യാവശ്യമായിട്ട് പൈസ വേണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇറങ്ങുവാന്ന് ഞങ്ങൾക്ക് പറയാം, എന്നിട്ട് വേണ്ട ഇത് ചെയ്യാൻ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. എനിക്ക് ആരെങ്കിലും തരാണ്ടെങ്കിൽ ഒരുപാട് കാശ് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ ഇവരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തണോ? ഞാൻ ഇവർക്കെതിരെ പോകണോ? ഞാൻ പോട്ടെ, അദ്ദേഹം പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഉല്ലാസ പൂത്തിരികൾ എന്ന് പറഞ്ഞ സിനിമ. ഞാൻ അഭിനയിച്ച പടമാണ്. ആ സിനിമയിൽ ഒരുപാട് പേർക്ക് ഇയാൾ കാശ് കൊടുക്കാനുണ്ട്. അവരാരെങ്കിലും സോഷ്യൽ മീഡിയ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? ഇതൊന്നും ഞാൻ കഴിഞ്ഞ പ്രസ് മീറ്റിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം ഓരോ സമയം കഴിയുമ്പോഴാണ് ഓരോ കാര്യം നമ്മൾ ആലോചിച്ചെടുത്തോണ്ടിരിക്കുന്നത്. പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ ഇയാൾ അനുഭവിച്ചേക്കുന്ന ഓരോ ലൊക്കേഷനിലെ ഓരോ സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല. ഈ ഒരു കേസിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ആരോപണം വന്നതിന് ശേഷം സിനിമാ ലോകം ഇക്കാന്റെ കൂടെ തന്നെയാണോ നിൽക്കുന്നത്? തീർച്ചയായിട്ടും. എന്നെ അനുകൂലിക്കുന്നവർക്കും എന്നെ അറിയാവുന്നവർക്കും ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം. ഹരീഷ് ഖനാനെ ഇവിടെ എത്തിച്ചത് ആരാണെന്ന് ഇൻഡസ്ട്രിയിൽ അറിയാം. ഇവരുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് എന്തിനും കൂടെ നിൽക്കുന്ന ആരാണെന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം. വെറും 25,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നവരിൽ നിന്നും ഡെയിലി 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആർട്ടിസ്റ്റിലോട്ട് എത്തിച്ചത് ആരാണെന്ന് ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ അവർക്കറിയാം. അപ്പം ഇവനിങ്ങനെ തിരിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോയതെന്ന് ചോദിച്ചിട്ട്. ഇവനൊക്കെ എന്തിനാണ് സഹായിക്കാൻ പോയെന്ന് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ സഹായിക്കാൻ പോയത് എനിക്ക് ടെൻഷൻ. ഇപ്പോൾ ഹരീഷ് ഖനാൻ അങ്ങനെ ചെയ്താലും മറ്റുള്ളവരത് ചെയ്തിട്ടില്ല. മറ്റുള്ളവരിന്നും എൻ്റെ കൂടെ തന്നെയാണ്. അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തവർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ എല്ലാവരും ചോദിച്ചൊരു കാര്യത്തിന് ഉത്തരം ഇക്ക നേരത്തെ പറഞ്ഞു. 1.5 മാസമായിട്ട് ഇതുവരെ എന്ത് റിപ്ലൈ കൊടുത്തില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ഒരു സിനിമ, ഞാൻ റേച്ചൽ എന്ന് പറഞ്ഞ സിനിമ റിലീസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. എനിക്കത് റിലീസ് ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ, കടമ്പകൾ കടക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ആ സമയത്ത് ഇതിൻ്റെ പുറകെ പോകാതെ ആ പണി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ അന്ന് തന്നെ പ്രസ്താവന ഇറക്കിയത്. അന്ന് തന്നെ എന്നെ ഇറക്കിയല്ലോ. എൻ്റെ പടം റിലീസിന് ശേഷം ഞാൻ പ്രതികരിച്ചോളാം. പക്ഷെ അതിങ്ങനെ ആ പടവും റിലീസിന് ഈ ഒരു വിഷയം പ്രതിസന്ധിയായിട്ട് മാറിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ പ്രസ്താവനയായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇക്കൻ്റെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇക്കൻ്റെ അത്രയും വർഷത്തെ ഉറ്റ സുഹൃത്താണ്, അല്ലെങ്കിൽ അത്രയും നല്ലൊരു സുഹൃത്താണ് ഹരീഷ് കണാരൻ. ഇപ്പം നമ്മൾ പലരും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പലരും പല ദിക്കിന്ന് പറയുന്നുണ്ട്. കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കാൻ പാടില്ല, എത്ര അകന്ന് നിൽക്കുന്നവരെ വിശ്വസിക്കാം, പക്ഷെ കൂടെ തോളി കൈയിട്ട് നിൽക്കുന്ന ആളെ വിശ്വസിക്കാൻ പറ്റില്ല. ആ ഒരു പാഠമൊക്കെ പഠിച്ചോ? അല്ല, അങ്ങനെ ഒരു പാഠം ഞാൻ കുറേ നാൾ മുമ്പ് തന്നെ പഠിച്ചാണ്. പക്ഷേ അങ്ങനെ കൂടെ നിൽക്കുന്നവർ വിശ്വസിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. വിശ്വസ്തതയായിട്ട് കൂടെ നിൽക്കുന്നവരെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കും. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് നിൽക്കുന്നവരെ മാത്രമേ വിശ്വസിക്കാണ്ടിരിക്കുന്ന ആവശ്യം. അത് നമുക്ക് അറിയാൻ പറ്റില്ല. അതെ, അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം. നമ്മൾ ഇടയ്ക്ക് വെച്ചവരൊക്കെ മനസ്സിലാക്കും. ഒരുപാട് അനുഭവങ്ങൾ ഞാൻ ഈ 30 വർഷം കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞതാണ്. കൂടെ നിൽക്കുന്നവരെയും മാറി നിൽക്കുന്നവരെയും കൂടെ നിന്ന് ചതിക്കുന്നവരെല്ലാം കണ്ടുപഠിച്ചവനാണ്. ഇതൊന്നും എനിക്കൊരു പേടിയില്ലാത്തവനുമാണ്. ഞാൻ മലയാള സിനിമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആരായത്, ഞാൻ ബാദുഷയായത്. ഇപ്പോഴും ഞാൻ ബാദുഷയായിട്ട് സിനിമയിൽ തുടരുന്നത്. എത്ര ചവിട്ടിത്താത്തിൽ വന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഇപ്പം വന്നിരിക്കുന്ന കുറേ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നികത്തിയെടുക്കും. എനിക്ക് അതുമാതിരി ഞാൻ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ റേച്ചൽ കഴിഞ്ഞാൽ വരി ഇനി എൻ്റെ പടങ്ങൾ ഞാൻ അടുത്തതെല്ലാം തുടങ്ങും. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ പഴയ ബാദുഷയായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കും, ഇനിയും നിൽക്കും. ഇപ്പോഴല്ല, ഇനിയും നിൽക്കും. മലയാളികൾക്ക് അത് വേണം. പിന്നെ ഞാൻ ഒരിക്കലും ഭയക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോടി പോകാനും പോണില്ല. ഞാൻ എന്തെങ്കിലും അയക്കുന്ന സിനിമയിൽ വന്നതിന് ശേഷമാണ്. ഈ സിനിമ തന്നെ ഞാൻ മരിക്കുന്നിടത്തോളം കാലം എൻ്റെ കൂടെ ഉണ്ടാവും. ഇനി ഒരവസരത്തിൽ കുറച്ച് നാൾക്ക് ശേഷം
ഹരീഷ് കണാരൻ ഇതുപോലൊരു ചാൻസ് ചോദിച്ച് ഇക്കാൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഇക്ക കൊടുക്കൂ? ചാൻസ് ചോദിച്ചു വരണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അല്ലാതെ ഞാനിപ്പോൾ അടുത്തൊരു സിനിമ ചെയ്യുന്നു, അതിനകത്ത് ഹരീഷ് കണ്ണാറിന് പറ്റിയൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയാളെ വിളിക്കും. അയാൾ ഇങ്ങോട്ട് ചാൻസ് ചോദിച്ചു വരണ്ട. അയാൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ ഉണ്ടോ, തീർച്ചയായിട്ടും ഞാൻ അയാളെ വിളിച്ചിരിക്കും. എനിക്ക് ഇയാളോട് പകയോ വിരോധമൊന്നുമില്ല. ഇയാളോടൊന്നല്ല, ഒരാളോടും പകയോ വിരോധം ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ബാക്കി കേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അല്ല, ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ വക്കീൽ നീക്കിക്കഴിഞ്ഞു. കാര്യം എനിക്ക് വന്ന മാനനഷ്ടത്തിനും ഞാൻ അയാൾക്ക് വേണ്ടി അധ്വാനിച്ചതിൻ്റെ എൻ്റെ പ്രതിഫലത്തിനും വേണ്ടി ഞാൻ കേസുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. കേസ് കാര്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു. അടുത്ത ദിവസം മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. എന്തായാലും സത്യം ജയിക്കട്ടെ. ഇക്കാന്റെ ഭാഗത്ത് തന്നെ സത്യം ഉണ്ടെങ്കിൽ അത് ജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയ സിനിമകളും വർക്കുകളൊക്കെ കഴിഞ്ഞ് അടുത്ത വരാം. ഞാനിപ്പോൾ റേച്ചൽ റിലീസ്, അത് കഴിഞ്ഞാൽ ഇപ്പോൾ ആശകളായിരം 6-ാം തീയതി റിലീസാണ്. ഞാൻ വർക്ക് ചെയ്ത പടമാണ്. ഇനി ഞാൻ അടുത്തൊരു പ്രൊജക്റ്റ് ഫഹദ് ഫാസിലുമായിട്ടുള്ളതാണ്. അതിൻ്റെ ബാക്കി വിശദീകരണങ്ങളൊക്കെ പുറകെ വരും. അടുത്ത എൻ്റെ കമ്പനിയിൽ നിന്ന് വരുന്ന അടുത്ത പ്രൊജക്റ്റ് അതാണ്. പിന്നെ ഒരു കുഞ്ചാക്കോ ബോബൻ, ഒരു ജൂഡ് ആൻ്റണി പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ മറ്റൊരു പൃഥ്വിരാജ് പടം. ഇങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. അതെ അതെ, പുതുമുഖങ്ങൾക്ക് വല്ല അവസരങ്ങളുണ്ടോ? തീർച്ചയായിട്ടും പുതുമുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തേക്കുന്ന ഒരു പ്രൊഡ്യൂസറെ ഞാൻ. എന്നാ പുതിയൊരാളെ ഞാൻ തരാം. വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ. അതിൽ ബിബിനും വിഷ്ണു വെച്ച് ബാക്കി കംപ്ലീറ്റ് ആൾക്കാർ പുതുമുഖങ്ങളാണ്. 350 ആർട്ടിസ്റ്റ് പുതുമുഖങ്ങൾ. അവരെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്തോളാം ഞാൻ. പുതിയൊരു നായികനെ കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ എനിവേക്ക ഒരുപാട് സന്തോഷം ഇത്രയും നേരം സംസാരിച്ചതിൽ. അപ്പോൾ ഇനിയും കേസ് സത്യം ജയിക്കട്ടെ. ഇക്കടെ ഭാഗത്ത് സത്യമാണെങ്കിൽ കേസ് ജയിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. സത്യമാണല്ലോ, ഇപ്പൊ തന്നെ ആൾക്കാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. ഉറപ്പായിട്ടും. അപ്പോൾ അത് ജയിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. പുതിയ സിനിമകളായിട്ട് ഇനിയും വരണം. നമുക്ക് ഇനിയും നമ്മുടെ പഴയ വധിഷയെ അതുപോലെ തന്നെ കാണണം എന്ന് ഒരുപാട് സന്തോഷിക്കാം. ഓക്കെ, താങ്ക് യു.